ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം, ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റും. ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് അല്ല, മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ്. ഇത് ഫുൾ ഓൺ. ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കേട്ടോ. 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വെറും 22,000 കിലോമീറ്റർ ഓടി. 75,000 രൂപ ആണെങ്കിൽ നമുക്കൊരു 3-4 മാസത്തെ 4 മാസത്തെ അടവിന്റെ ക്യാഷിന് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. നമ്മളതിൽ കാശ് ഇല്ലെങ്കിൽ പോലും ഫുൾ ലോൺ ഇതിന് അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷറി വാഹനം നിങ്ങൾക്ക് ഫുൾ ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്ക് ഫുൾ ലോണില് ആക്സിഡന്റോ ക്ലെയിമോ കാര്യമോ ഫുൾ ലോൺ വർക്കും ചെയ്യാം, ഓഫർ പ്രൈസും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മള് ഗംഭീരമായ കളക്ഷൻസ് ആയിട്ടാണ് വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാത്തരം SUV-കളുണ്ട്. നിങ്ങൾ അന്വേഷിക്കുന്ന വാഹനങ്ങൾ, അത് ലോ കിലോമീറ്റർ വാഹനങ്ങൾ, ക്രെറ്റകളുടെ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. 7 സീറ്ററുകളാവട്ടെ, അതേപോലെ തന്നെ എക്കോ സ്പോർട്ട് നോക്കുന്നവർക്ക് ഇവിടെ കാരൻസ് വരുന്നുണ്ട്. ഫ്രോങ്സ് വളരെ റെയറാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള വെഹിക്കിളാണ്. ഇതൊക്കെ പക്ക ലോ കിലോമീറ്റർ ഓടിയ അടിപൊളി വാഹനം നമുക്കിവിടെ ഉണ്ട്. ഓൾട്രോസ്, സെൽട്ടോസുകളുടെ നല്ലൊരു കളക്ഷൻ. ഇതാണ് വാഹനക്കാരുടെ അടുത്ത് ഒന്നും നമുക്ക് താറ് ഇവിടെ ഇല്ലാത്തൊരു ദിവസമില്ല. അപ്പോൾ 4x4 ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കിഡ്ലൻ താറൊക്കെ ഉണ്ട്. അപ്പോൾ മാനുക വീണ്ടും നമ്മൾ ഗംഭീരമായ ഒരു കളക്ഷനൊക്കെ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ഓണൊക്കെ ആണല്ലോ അല്ലെ, ഓണത്തിന്റെ ഒരു ഓഫർ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ഉത്രാട ദിനത്തിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഈ ഒരു ഓണത്തിന്റെ ഓഫർ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, ഒരു 1 വീക്ക്, ഒരാഴ്ചയും കൂടെ നമ്മൾ ഇന്ന് വാഹനം വാങ്ങുന്ന എല്ലാവർക്കും ഫുൾ ടാങ്ക് പെട്രോൾ ഡീസൽ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അതിന്റെ ഫ്യൂൽ നമ്മൾ ഫുൾ ടാങ്ക് നമ്മൾ അവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ടാങ്ക് ഫ്യൂൽ ആക്കിയിട്ട് അവർക്ക് വാഹനം ഡെലിവറി ചെയ്യും. കാരണം ഓണത്തിനുള്ള ഒരു ടൂർ കൂടി അവരതിൽ ചേർത്തിട്ട് ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്നും നമുക്ക് ഓഫറുകളും മാക്സിമം വിലക്കുറവിലും. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് വെഹിക്കിൾ നമുക്ക് ഇവിടെ ഇല്ല. കൂടെ തന്നെ നമുക്ക് ലോ കിലോമീറ്ററുകളും നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാത്തരം SUV-കളും നമുക്ക് മാക്സിമം വില കുറച്ച് നമുക്ക് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വാറണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പുതിയ മോഡൽ കൂടിയ വാഹനങ്ങളായതുകൊണ്ട് മിക്കതും കമ്പനി ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വാറണ്ടി നമുക്ക് കൊടുക്കും, 1 വർഷം വരെ വാറണ്ടി. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന എപ്പോഴും ലോ കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്വാളിറ്റി കാറുകളാണ്. അത് നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൊതുവേ നിങ്ങൾ ഞങ്ങളെ ഷോറൂം സന്ദർശിച്ചാൽ തന്നെ നിങ്ങൾക്ക് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും സംശയിച്ചു പോകുന്ന അത്രയും ക്ലീൻ ക്ലാരിറ്റി ഉള്ള വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. അപ്പോൾ മാർക്ക് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മാനുസ് കാർ വേൾഡിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? മാനുസ് കാർ വേൾഡ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് അവൈലബിൾ ആണ്. ഇനി അറിയാത്തവർക്ക് അതായത് മലപ്പുറം ജില്ലയിലെ വെള്ളുവമ്പ്രം കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് കറക്റ്റ് 12 കിലോമീറ്ററും, അതേപോലെ മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്ററും, മഞ്ചേരി ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്ററും ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ മാനുസ് കാർ വേൾഡിലെത്തും. ഇത് ഹൈവേയിലാണ്, പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം ഉള്ളത്. ഈ ഷോറൂം നിങ്ങൾ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇടയിൽ വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓണ്, അല്ലെങ്കിലൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് അടക്കമുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനം, ഏറ്റവും കുറഞ്ഞ കിലോമീറ്ററുള്ള വാഹനങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ SUV-കളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു MG-യുടെ ആസ്റ്റർ, അതും ഫുൾ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പനോരമിക് സൺറൂഫ് ഫുൾ ബ്ലാക്ക് SUV ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. MG എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും കംഫർട്ടിന്റെ കാര്യത്തിലും ഡിസൈനിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇതാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ പറയുക, ഇത് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള അതായത് ഒരു ബഡ്ജറ്റ് പ്രൈസിന് ഇത് കിട്ടും. അതായത് നമ്മളതിൽ കാശ് ഇല്ലെങ്കിൽ പോലും ഫുൾ ലോൺ ഇതിന് അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു EMI എടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷറി വാഹനം നിങ്ങൾക്ക് 12,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓട്ടോമാറ്റിക് ആണ്, ആ കാര്യം കൂടി മറക്കേണ്ട. ഓട്ടോമാറ്റിക് വാഹനം കൂടെയാണ്. ഓട്ടോമാറ്റിക്. അപ്പൊ ഇന്ന് കൂടുതൽ ആളുകളും സെർച്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക് ആണ്. അതും നമുക്ക് മോഡലൊക്കെ എങ്ങനെയായിരുന്നു? ഇത് മോഡൽ 2024 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. വെറും 23,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്, ലോ കിലോമീറ്റർ ആണ്, ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അത് നമുക്ക് നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ? കമ്പനി വാറണ്ടി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് നിലവിൽ കമ്പനി വാറണ്ടി അടക്കമുള്ള വാഹനമാണ്, ലോ കിലോമീറ്റർ ആണ്. മാർക്ക് 12,90,000 12,90,000. അത് ഫുൾ ഓൺലൈൻ നമുക്ക് 13 ലക്ഷം 14 ലക്ഷം വരെ ക്യാഷ് ബാക്ക്, 1 ലാക്ക് ഇതിന് ക്യാഷ് ബാക്ക് നമുക്ക് കൊടുക്കും ചെയ്യും. പക്ഷെ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇൻ കേസ് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ നമുക്കൊരു അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ക്യാഷ് ബാക്ക് എടുക്കാം. അതല്ല എങ്കിൽ നമുക്ക്
ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഉണ്ടാവും. ഇതേ നമുക്ക് മാനുക താറില്ലാത്തൊരു ദിവസം നമുക്കില്ല. വീണ്ടും നമുക്കൊരു ഹാർഡ് ടോപ്പിൽ ഫുൾ ബ്ലാക്കിൽ 4x4 ഓട്ടോമാറ്റിക് ഇല്ല. അതെ, ഈ താറ് എന്ന് പറഞ്ഞാല് ഞാൻ എപ്പോഴും പറയാറുണ്ട്, താറ് എന്ന് പറഞ്ഞൊരു ഇമോഷനാണ് എത്ര ആളുകൾക്കും. അത് ഏത് ഓണപരിപാടിയാണെങ്കിലും ഏത് പരിപാടിയാണ്, നമ്മൾ ഏതൊരു റോഡിലൂടെ ഒരു റോഡ് ഷോ കാണുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് താറ്. സത്യം പറഞ്ഞാൽ കോടികൾ കൊടുത്ത് വണ്ടി കൊടുത്താലും ഇതിന്റെ ഒരു എടുപ്പ് എന്തായാലും കിട്ടില്ല, അത് തീർച്ചയായിട്ടും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് 2022 ഇത് വെറും 63,000 കിലോമീറ്റർ ഓടിയിട്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇതിൽ കോസ്റ്റ്ലി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ഹെഡ്ലൈറ്റ്, അതായത് കോസ്റ്റ്ലി പിന്നെ ഗ്രില്ല്, അതേപോലെ റാംഗ്ലറിന്റെ ബമ്പർ. സാധാരണ താറിന് ഏകദേശം ഇപ്പോൾ 40,000 അപ്പോൾ വരുന്നുണ്ട് ഈ ബമ്പറിന്. അതായത് 40,000 മുകളിൽ വരുന്ന ആണ്. അപ്പോൾ ഹെഡ്ലൈറ്റ് നമുക്ക് കോസ്റ്റ്ലി ആണ്. ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു റാംഗ്ലർ ടൈപ്പ് ഓഫ് റോഡ് ബമ്പർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വാഹനമല്ല. അപ്പൊ നമുക്ക് 63,000 കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ്. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണ്. ഹിസ്റ്ററി ഒക്കെ എല്ലാം പക്കയാണ്. അതായത് നമ്മൾ ഫുൾ ഹിസ്റ്ററി, നമ്മൾ എല്ലാത്തിന്റെ PDF ഹിസ്റ്ററി നമ്മളതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത്, എൻക്വയറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തരില്ല. വാഹനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെയാണ്, നമ്മൾ ഏകദേശം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ കാണിച്ചു തരാൻ പറ്റില്ല. എത്ര നമ്മൾ മാനുക്കതിന് ചെയ്യുന്നത്? ഇത് നമുക്ക് നമ്മൾ വലിയ വില ഒന്നും ചോദിക്കണ്ട. ഇത് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ഫുൾ ടാങ്ക് പെട്രോളോട് കൂടെ, ഡീസലോട് കൂടെ. 14 ലക്ഷം അല്ല? അതിൽ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം ഒരു 15 ലക്ഷം വരെ ഇത് ചെയ്യാൻ പറ്റും. ഇത് എന്താണെന്ന് വെച്ചാൽ 10 ലാക്ക് അബോവ് ലോൺ ആണെന്നുണ്ടെങ്കിൽ ആളുകളുടെ എലിജിബിലിറ്റി അനുസരിച്ചാണ് ബാങ്ക് ലോൺ കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മാക്സിമം ലോൺ ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ IT കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 10 ലാഖിന് എബോവ് പോകുമ്പോൾ തന്നെ ടാക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല. മാനുക, നമ്മള് സെൽറ്റോസും ജീപ്പൊക്കെ നമ്മൾ സ്ഥിരം ഇവിടെ കാണിക്കണാണല്ലോ. ഒരു ഓട്ട് സെല്ലിംഗ് വെഹിക്കിൾ ഞാൻ ഇവിടെ കണ്ടപ്പോഴേ നമുക്ക് ലോ കിലോമീറ്റർ ഒരു ഫ്രോങ്സ് ഇല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ്. നല്ല അടിപൊളി ഷേപ്പാണ്. ഒരു മിഡിൽ ക്ലാസ്സിനൊക്കെ നമുക്ക് അത്യാവശ്യം സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല? വൈറ്റില് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഈ ഫ്രോൺസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ ഫ്രണ്ടേജ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതാണ് ഈ വാഹനം എന്നുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു SUV ലുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ XUV ഗ്രാൻഡ് വിറ്റാരക്ക് ഇതേ ഫ്രണ്ടേജ് ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ 2023 30,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പിലാണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള വാഹനമാണ്. ഓക്കെ, അപ്പൊ 30,000 കിലോമീറ്റർ 23 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് ഓപ്ഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഡെൽറ്റ പ്ലസ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, ഈവൻ നമുക്ക് അലോയ്സ് അടക്കം വരുന്നുണ്ട്. കമ്പനി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഒക്കെ അടക്കം വന്നിട്ടുള്ള വാഹനമാണ്. നിലവിൽ നമുക്ക് എന്താ റോഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനമാണ്. സെക്കൻഡ്സിൽ നമുക്ക് തീരെ വരാറില്ല അല്ല? ഞാൻ ഒരു വണ്ടി എങ്ങാണ്ട് വന്ന് കണ്ടിട്ടുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ഷിഫ്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര കൊടുക്കണം? 7 ലക്ഷം. പക്ഷെ ഇത് 9 ലക്ഷം രൂപയ്ക്ക് ഇത് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതും മാരുതിയുടെ തന്നെ. ഒന്നുകൂടെ അതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എല്ലാം, അതായത് കാഴ്ചയിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം ഫുൾ പക്ക ഒരു അഗ്രസീവായ മോഡലാണ് വരുന്നില്ല. നമുക്ക് എത്രയാണ് ഇതിന് വാങ്ങിക്കാൻ ചോദിക്കുന്നത്? ഇത് 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. 9 ലക്ഷം രൂപ ഇതിന് ഫുൾ ലോണും കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം, ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റും. ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല? ഇത് നമുക്ക് തവണ ഒരു ചെറുവാഹനം തന്നെയാണ്. ഇവിടെ വലിയ വാഹനങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ചെറുവാഹനം ഇല്ല എന്നുള്ളൊരു സങ്കടം വേണ്ട. അല്ലെങ്കിൽ കിട്ടുന്ന ഓൾട്രോസ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു? ഫുൾ ഓപ്ഷൻ ആണ്. 2021 ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ പ്രൈസ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇത് 5,80,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 5,75,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 5,75,000 ഓൾട്രോസ് ആണ്. പിന്നെ ഇതിന് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 48,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ്. അത് മാനുവലിൽ അല്ലേ? അത്യാവശ്യം നമുക്ക് മൈലേജ് ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാം. ഏറ്റവും ഫുൾ ലോഡാണ്. അതേപോലെ ഇതിന്റെ ഡുവൽ ടൂൺ ഒക്കെ കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 3 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ അല്ല, ഇതിന് ഏകദേശം ഒരു 75,000 നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഫുൾ ഓൺ പ്ലസ്, അതായത് 6.5 ലക്ഷം വരെ ഇതിന് ലോൺ അവൈലബിൾ ആയിട്ട്. അപ്പോൾ ഒരു 75,000 രൂപ ആണെങ്കിൽ നമുക്കൊരു 4 മാസത്തെ 4 മാസത്തെ അടവിന്റെ ക്യാഷിന് നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. ഇത് നമുക്ക് ഇവിടുന്ന് സെൽറ്റോസ് 2 വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ബ്ലാക്കില് ഒരു കിള്ളം വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മാനുക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതെന്താന്ന് വെച്ചാല് ഈ സെൽറ്റോസ് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. സെൽറ്റോസ് എന്ന പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രൈസ് വരുന്നുണ്ട്. ഇത് 2020 GTX പ്ലസ് ആണ്. GT ലൈൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിന്റെ 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 50-something കിലോമീറ്റർ. അതെ, ഇത് നമുക്ക് ഈ ഓഫറിൽ, ഈ വീഡിയോയിൽ ഒരു ഓഫറിൽ 11,25,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഓൺ ആയിട്ട്. അതായത് 11,25,000. നിലവിൽ നമുക്ക് ഒരു സബോമീറ്റർ SUV ഒക്കെ നോക്കുകയാണെങ്കിൽ ആ റേറ്റിന്റെ നമുക്കൊരു സെൽറ്റോസ് കൊണ്ടാവും. അതായത്
നമുക്കൊരു സോണറ്റ് വെന്യൂ ഒക്കെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ റേറ്റിന് ഒരു GT സ്പെഷ്യൽ എഡിഷനിൽ ഒരു നമുക്കൊരു സെൽട്ടോസ് ഇറക്കാം. അതും ഫുൾ ബ്ലാക്ക് വണ്ടി അല്ലേ? ഫുൾ ബ്ലാക്ക്, ഫുൾ ലോണില് ആക്സിഡന്റോ ക്ലെയിമോ കാര്യമൊന്നും ഫുൾ ലോൺ ആർക്കും ചെയ്യാം, ഓഫർ പ്രൈസും അല്ലേ? ഇതെന്താണ് ഞാൻ വൈറ്റ് ഓട്ടോമാറ്റിക് ആണ്, നമ്പറൊക്കെ നമുക്ക് പക്ക ഫാൻസി, മിക്ക വാഹനവും നമുക്ക് ഫാൻസി നമ്പർ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. അതെ, സെക്കൻഡ് ജനറേഷൻ ആണ്. ഇത് 59,000 കിലോമീറ്റർ 2022 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. അപ്പൊ നമുക്ക് കംഫർട്ടും ഉണ്ടാവും. ഇനി മൈലേജ് ഡീസൽ ആയതുകൊണ്ട് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം പക്കയായിട്ടുള്ള ഒരു വണ്ടി. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്കാം? കിലോമീറ്റർ ഇത് 59,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. 59,000 കിലോമീറ്റർ ഡീസൽ ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്കലി 2022 59,000 കിലോമീറ്റർ. അതൊക്കെ നമുക്ക് എത്ര രൂപ ചെയ്യാം? ഓണായിട്ട് നമുക്ക് 14,75,000 രൂപ കൊടുക്കാൻ പറ്റും. 14,75,000 ബെസ്റ്റ് പ്രൈസ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 50,000 എടുത്തിട്ട് ബാക്കിയെല്ലാം ലോൺ ആയിട്ട് പിന്നെ ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. രണ്ട് US ബ്രാൻഡ് ജിപ്പ്, കോമ്പസ്, രണ്ടും ഒരേപോലെയുള്ള രണ്ട് വണ്ടികളാണ് മാനിക്കാം. രണ്ടും ഡോൾട്ടൂൺ ആണ്. അതും വൈറ്റില് പക്കായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു ടൈപ്പാണ് ജീപ്പിൽ എൻക്വയറി ചെയ്യുന്നത്. കോമ്പസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വാങ്ങിക്കാം? ഇത് 2018 മോഡൽ 66,000 കിലോമീറ്റർ വരെ. ഈ വാഹനത്തിന് ഒരു പ്രത്യേകത എന്താ അറിയോ? ഇത് 1,00,000 കിലോമീറ്റർ. ഇപ്പൊ ഓൾറെഡി 66,000 കിലോമീറ്റർ ആണ്. ഇനി 34,000 കിലോമീറ്ററും കൂടെ കമ്പനി അണ്ടർ വാറന്റിയിൽ കിടക്കുന്ന ഒരു വാഹനം കൂടെയാണ്. അത് വർഷമല്ല, കിലോമീറ്റർ ആണ്. അപ്പൊ നമുക്ക് അതുവരെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാൽ ശരിക്കും കിലോമീറ്റർ വാറന്റി കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് 1,00,000 വരെ, അതായത് 34,000 കിലോമീറ്റർ ഒരാൾ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു കിലോമീറ്ററിന് 1 ഇയർ 1.5 വർഷം. അപ്പൊ അത്രയും നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് അണ്ടർ കമ്പനി വാറന്റിയിൽ കൊണ്ടുനടക്കാം. ഡീസലിൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്കാം? സെക്കൻഡ് ഓണറിൽ ഡീസലിൽ 66,000 കിലോമീറ്റർ, 18 മോഡല്. ഇനി 34,000 കിലോമീറ്റർ വരെ നമുക്ക് അണ്ടർ കമ്പനി വാറന്റി ഉണ്ട് അല്ലേ? അത് കൊടുക്കാം. അതിലേറെ ഇതിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ വാഹനം ക്ലച്ച് കാര്യങ്ങളെല്ലാം മാറിയിട്ട് ഒരു 80,000 രൂപ ഇപ്പൊ കമ്പനിയിൽ ബില്ലായിട്ടുള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. അതായത് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഉപയോഗിച്ച ഒരു വാഹനം. അപ്പൊ നമുക്ക് ഒരു ടെൻഷനും കൂടാതെ കംഫർട്ടായിട്ട്, അതും അത്യാവശ്യം എല്ലാ വർക്കും നിലവിൽ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ നേരെ ഫുൾ ടാങ്ക് ഇപ്പൊ ഫ്യൂല് നമ്മൾ കൊടുക്കും ചെയ്യും. അപ്പൊ ആ റേറ്റ് എത്ര വരും? ഇത് ആ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11,50,000 രൂപ കൊടുക്കാം. 11,50,000 ലോണ് നമുക്ക് ഏകദേശം ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോണിൽ ഇറക്കാം. ഫുൾ ടാങ്ക് ഫ്യൂലും ഉണ്ട്. അതും ഡീസലില് 1,00,000 വരെ ഇനി വാറണ്ടി ഉള്ള വണ്ടി. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോൺ എത്ര ദിവസം കൊണ്ടാണെന്നുണ്ട്. നിങ്ങൾ പേപ്പറൈസ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വാഹനം ഡെലിവറി എടുക്കാൻ പറ്റും. അതാണ് വീണ്ടും ജീപ്പ് കോമ്പസ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2019 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. വെറും 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ലോ കിലോമീറ്റർ വണ്ടി. എവിടുന്നാണ് ഇത്രയും ലോ കിലോമീറ്ററിൽ വണ്ടി? ഡീസൽ അല്ലേ? അത് ഡീസൽ. നമ്മളിവിടെ കൂടുതൽ ലോ കിലോമീറ്റർ വാഹനങ്ങളെല്ലാം നമ്മൾ സെയിൽ ചെയ്തത്. ഇത് ലോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളല്ല, സിംഗിൾ ഓണർഷിപ്പാണ്, ലിമിറ്റഡ് പ്ലസ് ആണ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 12,70,000 രൂപക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ലോ കിലോമീറ്ററിൽ നമുക്ക് ജീപ്പ് ഡീസൽ കോമ്പസ് കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റെവിടെയും നമ്മൾ തെരഞ്ഞു തന്നിട്ടില്ല, കിലോമീറ്റർ റെഡ്യൂസ് ചെയ്തതൊന്നുമില്ല. ഒറിജിനൽ കമ്പനി സർവീസ്, കമ്പനി അണ്ടർ വാറന്റിയിൽ കൂടെയാണ്, കമ്പനി ഹിസ്റ്ററി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വെറും 22,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ പക്ക ലോ കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ? മാനുക്ക നമുക്ക് ഇതിന് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോണാണ് ഈ കാര്യങ്ങൾ. കാണിച്ച വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഫുൾ ലോണാണ്. ഇതൊക്കെ ഇതിന്റെയൊക്കെ എഞ്ചിനും കാര്യങ്ങളും അത്രയും പക്കയായിട്ടുള്ള വണ്ടിയാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ വണ്ടി നമ്മൾ റീപ്ലേസ് ചെയ്യില്ല. അത്രയും നമുക്ക് കംഫർട്ടുള്ള വണ്ടിയാണ് അല്ലേ? അടുത്ത് ഞാൻ ഒരു പ്രീമിയം വെഹിക്കിളിലേക്കാണ്. ബെൻസിന്റെ ഒരു GLC 220 അല്ലേ? ഇത് ബെൻസ് ആണെങ്കിൽ നമുക്ക് 220 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ ഉള്ള ഒരു മൈലേജ് ആണ്, കംപ്ലൈന്റ് ഇല്ല, പിന്നെ സെൽഫ് ഡ്രൈവിംഗ് ആണ്, ഒരുപാട് ഫീച്ചേഴ്സ്. അതായത് നമ്മൾ കൂടുതൽ ആളുകൾ ബെൻസിലൊന്നും ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ GLC അല്ലെങ്കിൽ GLA ഈ വാഹനങ്ങളാണ്. ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ യാതൊരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുനടക്കാം. പക്ഷെ നല്ല മൈലേജും എല്ലാം കിട്ടുന്ന ഒരു വാഹനം. അതിനായിരുന്നു മാനിക ഡീറ്റെയിൽസ് വരുന്നത്. ഇത് 2016 ആണ് മോഡൽ. 2017 രജിസ്റ്റർ ചെയ്തിട്ടില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിം ഒന്നുമില്ല. ഇത് 33 ലക്ഷം രൂപയ്ക്ക് നമുക്കിത് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റിയ ഓൺ ആയതുകൊണ്ട്. അപ്പൊ ഒരു ഫൈനൽ റേറ്റ് ആണ് 33 ലക്ഷം. അതിൽ നമുക്ക് ഇനി ബാർഗൈനിങ് ഇല്ല അല്ലേ? നെറ്റ് പ്രൈസ് ആണ് പറയുന്നത്. ഇതിന് നമുക്ക് ലോൺ എത്ര വരെ 30 ലക്ഷം വരെ കൊടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പ്ലിസ്റ്റർ എല്ലാം പക്കയാണ്. 16-17 രജിസ്ട്രേഷനിൽ 63,000 കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഇത് നമുക്ക് ഒരു കിടലം, നമുക്ക് മാരുതിയിലെ ഏറ്റവും ഒരു
കിഡ്ലം സെഡാൻ ഏത് വെച്ചാൽ നമുക്ക് സിയാസ് തന്നെയാണ്. അത് നമുക്ക് ഏറ്റവും ന്യൂ ഫേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് വരുന്നത്? 2023 വെറും 29,000 കിലോമീറ്റർ. ഇത് ലോ കിലോമീറ്റർ വണ്ടിയാണ് ആണ്. എങ്ങനെയായിരുന്നു ഏറ്റവും ടോപ്പ് ആണ് വരുന്നത്? അതെ, ഇതൊരു 9.5 ലക്ഷം രൂപ, ഒരു 9,30,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 9.30, 29,000 കിലോമീറ്റർ, 23 സിംഗിൾ ഓൺഷിപ്പ് അല്ല. ആൽഫയാണ് ഇത്. മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ വരുന്നത്? ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ആൽഫയാണ്. ഇതിനപ്പുറം നമുക്ക് ഇനി വേറൊരു മോഡൽ ഇല്ല. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കില് സിംഗിൾ ഓൺഷിപ്പില്, അതും ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒന്നുകൂടി കംഫർട്ടുമാണ്. ഇത് ഓട്ടോമാറ്റിക്കിലാണ് ശരിക്കും ഒരു മൈലേജ് കൂടുതൽ പറയുന്നത് അല്ലെ, മാരുതി കൂടുതൽ പറയുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. 9.30. ഇതിൽ മാർക്ക് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 10 lakh ലോൺ. 10 lakh. അപ്പൊ 70,000 രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാം. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്, വെറും 29,000 കിലോമീറ്റർ. അപ്പോൾ 70,000 രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന, ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കേട്ടോ. ഇത് നമുക്ക് ഫോക്സ് വാഗൻ വെർച്ചസ്, അതും സൺറൂഫ് കാര്യങ്ങളും ഡോൾട്ടൂണിലൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2024 രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. വെറും 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ഇത് ടോപ്പ് ലൈൻ ആണ്, ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഒരു വെർച്ചസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളെ യുവതലമുറ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. അതേമാതിരി ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥന്മാര്, ഹൈലി പ്രൊഫഷണൽ ആളുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം കൂടെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോക്സ് വാഗൻ പോളോ പോയ സമയത്ത് ആളുകൾക്ക് കുറേ സങ്കടം ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു സെഗ്മെന്റിലേക്ക് ഏറ്റവും കൂടുതൽ യുവാക്കളൊക്കെ ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡല് ശരിക്കും വേർച്ചസ് ആണ്. അത് പക്ഷെ നല്ല ഇറങ്ങിയിട്ടുണ്ട്. ആകെ വാഹനം കിട്ടാൻ വളരെ പ്രയാസമാണ്. അതാണ് നമുക്ക് എടുത്തവരാരും കൊടുക്കില്ല. അത്രയും ചൂസ് ചെയ്തിട്ട് വളരെ റെയർ ആണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. നല്ല പെർഫോമൻസും ആണ്, ഫീച്ചേഴ്സും ആണ്, ഈവൻ സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് കിലോമീറ്റർ 40,000 കിലോമീറ്റർ. മാനുവൽ ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര മാർക്ക് നമ്മളെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 12,90,000 കൊടുക്കാൻ പറ്റും. ഇതിന്റെ ഫ്രഷിന്റെ റേറ്റ് നമ്മൾ 22,70,000 പുതിയ വാഹനത്തിന്റെ വില. നമുക്കൊരു 12,90,000 കൊടുക്കാം. അതായത് നമുക്ക് പുതിയൊരു വാഹനം നോക്കുമ്പോൾ 10 ലക്ഷത്തിന് ഡിഫറൻസ് ആയി. കാരണം എന്താ പറയുക, ഒരുപാട് പ്രൈസ് റേഞ്ച് നമ്മൾ വ്യത്യാസമായിട്ട് പറയുന്നത് ഈ ഓണം ആയതുകൊണ്ട്, ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ എന്നുള്ള ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന്റെ വില ഇതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനുക? ഫുൾ ലോണാണ്. ഇത് ഫുൾ ലോൺ, സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന. ഇത് ഡീസലല്ല വരുന്നത്? ഡീസലാണ്. 2023 50,000 കിലോമീറ്റർ ഓടിയ. ആക്സിഡന്റോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. മഹീന്ദ്രന്റെ ഒരു കിഡ്ലം SUV ഇല്ല, 300 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അത് സൺറൂഫും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. മൈലേജ് ആണെങ്കിൽ ഒരു 18-20 മൈലേജും കിട്ടൂല. 2023 മോഡൽ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. ഫുൾ ഹിസ്റ്ററിക്ക് എല്ലാം പക്കാ. ഡീസൽ, മാനുവൽ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും മാനുക? ഇത് നമുക്കൊരു 9,30,000 രൂപ, 9,40,000 രൂപക്ക് ഫൈനൽ കൊടുക്കും. 9.40. ഏകദേശം നമുക്ക് ലോണ് ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് സെൽട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ക്രച്ച ഇല്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ ഫുൾ ബ്ലാക്കിൽ ഒരു കിഡ്ലം ക്രച്ച. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ക്രെറ്റ SX ആണ്. SX ഏറ്റവും ടോപ്പ് തന്നെ അല്ലേ? അതെ, ടോപ്പ് എൻഡ്. അതായത് നമുക്ക് സീറ്റ് വെന്റിലേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടോ. അതായത് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. മോഡൽ 22 അല്ലേ? ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ബ്ലാക്ക് ക്രെറ്റ. SUV പൊതുവെ ആളുകള് നമ്മൾ ആശ്ചര്യമ തുടങ്ങാൻ തന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇല്ലേ, നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലാക്കിൽ ക്രെറ്റ, പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി. XX ആണ്, ഡീസലാണ്. അതുപക്ഷെ നല്ല കംഫർട്ടും നല്ല ഫീച്ചേഴ്സും. ഇത് ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു ജനറേഷൻ കൂടിയാണ് ഈ ഒരു ജനറേഷനിൽ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഈ ഓണം ഓഫറിൽ 14,90,000 രൂപ കൊടുക്കും. 14,90,000. അതിൽ ഫുൾ ടാങ്ക് ഡീസലും. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോണാണ്. അപ്പോൾ ഫുൾ ലോണില്, അതും ഫുൾ ടാങ്ക് ഡീസലില് ഒരു ഓഫർ പ്രൈസിന് ക്രെറ്റ അല്ലേ? അപ്പൊ ട്രാക്ക് ഉണ്ടോ, വണ്ടിയും കൊണ്ടങ്ങ് പോകാം അല്ലേ? ഇത് നമുക്ക് ഇതാണ് ഒരു അടിപൊളി വാഹനം. വെന്റോ അല്ലേ? ഫോക്സ് വാഗന്റെ നമുക്ക് വേർച്ചസ് പോലെ തന്നെ അത്യാവശ്യം നല്ല കിടുവായിട്ട് നല്ല പെർഫോമൻസും ബോഡി വെയിറ്റും എല്ലാം നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷനാണ്. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2017 ആണ് മോഡല്. ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ചെറിയൊരു പൈസക്ക് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതും വലിയൊരു വാഹനം. അതായത് പ്രീമിയം ലെവലിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡലാണ്. 1,14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ പ്രൈസ് നമുക്ക് ഒരു
അഫോർഡബിൾ പ്രൈസ് പറഞ്ഞാൽ നമുക്കൊരു 6 ലക്ഷം രൂപക്ക് കൊടുക്കാനും പറ്റും, ഒരു ഫുൾ ലോൺ ഇതിന് കൊടുക്കാൻ പറ്റും. ഏറ്റവും അതായത് ഇതിൽ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആണ്, അത് നമുക്ക് സിംഗിൾ ഓൺഷിപ്പും ആണ്, അത്യാവശ്യം മോഡലും ഉണ്ട്, നമുക്ക് നല്ല ബോഡി വെയിറ്റും പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കിന്റെ പ്രൈസ് ആണ് 6 ലക്ഷം രൂപ ഫുൾ ലോൺ. എവിടെയും കിട്ടൂല, കാരണം ഓട്ടോമാറ്റിക് ഹൈലന് ഇതൊന്നും വേണ്ട. ഇത് 2015 വെന്റോന്റെ വില എത്ര? 5-5.5 ലക്ഷം രൂപ അല്ലേ മാനുവല്. ഇത് പെട്രോൾ ആണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, ഹൈലൈൻ ആണ്, അതും ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കും ചെയ്യാലോ. ഇത് നമുക്ക് അടുത്തൊരു 7 സീറ്റർ ആണ്. കിയയുടെ ഒരു 7 സീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യമായാലും കംഫർട്ടിന്റെ കാര്യമായാലും മൈലേജിന്റെ കാര്യം ഒരു കോംപ്രമൈസും ഇല്ല. അതും നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന കിയ കാരൻസ്, ഡാഷ് ക്യാം കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും, ഈവൻ സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ്? ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇത് ലോ കിലോമീറ്റർ ഓടിയിട്ടില്ല, ഇതൊരു 7000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓ, പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. ഷോറൂം കണ്ടീഷൻ, അതായത് പുതിയൊരു വാഹനം വാങ്ങുന്ന ഒരു ഏതൊരാൾക്കും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന വാഹനം. 2024 മോഡലാണ്. കമ്പനി വാറണ്ടി. അതെ, 22 ലക്ഷത്തി സംതിങ് പുതിയ വാഹനത്തിന് വില വരുന്ന ഒരു വാഹനം കൂടെയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 17 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 17 ലക്ഷം രൂപ, അതായത് 22 സംതിങ് വില വരുന്ന വണ്ടിയാണ്. വെറും 7000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അപ്പൊ അത്രയും നമുക്ക് ഒരു 7000 ഓടിയപ്പോത്തിന് 4-5 ലക്ഷം രൂപ നമുക്ക് 5 ലക്ഷത്തിന് മുകളിൽ തന്നെ അല്ല നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ നമുക്ക് ഉണ്ടാവും. 7 സീറ്ററും ആണ്. അത് ഇതിന്റെ ടോപ്പ് എൻഡ് ആണ് വരുന്നത്, ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. ഇത് നമുക്ക് ഇനി ഒന്നുകൂടി അഫോർഡബിൾ ആ റേറ്റില് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ അതേപോലെ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ജനറേഷൻ ക്രെറ്റ ശരിക്കും ഒരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു മോഡലാണ്. അതിൽ ശരിക്കും സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന സെക്കൻഡ് ജനറേഷൻ. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, 2018 മോഡൽ. 18 ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്, അതിൽ ഏറ്റവും ടോപ്പ് എൻഡ്. കിലോമീറ്റർ എങ്ങനെയാണ്? 9000 കിലോമീറ്റർ, ഫുൾ ഹിസ്റ്ററി എല്ലാം പക്ക. ഓൺഷിപ്പ് സെക്കൻഡ്. അപ്പൊ ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫോമൻസും ബോഡി വെയിറ്റും ക്വാളിറ്റിയും ശരിക്കും പുതിയ ഇതിനെക്കാട്ടും കൂടുതൽ ബോഡി വെയിറ്റും ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു വണ്ടി ഒന്നുകൂടി തന്നെയാണെന്ന് പറയുന്നത്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ ഫൈനൽ പ്രൈസ് നമുക്ക് 11,50,000 രൂപ. 11,50,000 മാക്സിമം ലോൺ ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് 90,000 കിലോമീറ്റർ ഓപ്ഷനിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി. ഇത് നമുക്ക് അടുത്തൊരു SUV ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് നമ്മളെ ഫോർഡിന്റെ എക്കോസ്പോർട്ട് ബ്ലാക്ക് വണ്ടികൾ അത്യാവശ്യം ഉണ്ടല്ലേ നമുക്ക്? എല്ലാ ബ്ലാക്ക് ഓട്ടോമാറ്റിക് തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു നമ്മൾ എക്കോസ്പോർട്ട്? ഇത് 2018 മോഡലാണ്. 90,000 കിലോമീറ്റർ ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഇപ്പൊ കമ്പനി ഫുൾ സർവീസ് കഴിഞ്ഞാണ്, ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇത് നമുക്ക് ലാസ്റ്റ് 7,25,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളൊന്നൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ കൊടുക്കുന്ന പ്രൈസിനാണ്. ഡീസലാണ്, അത് നമുക്ക് ടൈറ്റാനിയ അല്ല മോഡൽ വരുന്നത്, ടൈറ്റാനിയാണ് ഓപ്ഷൻ വരുന്നത്. 2018 95,000 കിലോമീറ്റർ. മാനക നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1 lakh അയച്ചിട്ട് ഒരു 50,000 അയച്ചിട്ട് ലോൺ ചെയ്യാം. 50,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അത് നല്ലൊരു ഹാച്ച് ബാക്കിന്റെ പ്രൈസിന് നമുക്ക് ഇന്ന് ഒരു ഡീസൽ SUV ഉണ്ടാവും അല്ലെ. ഇത് നമുക്കൊരു കിഡ്ലൻ ടെറാനയാണ്. എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ്? 2016 ആണ്. ഇത് 99,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇത് XL ഓപ്ഷൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. 85 ഇത് നമുക്ക് കുറയാത്തൊരു ഒറ്റ വില പറഞ്ഞുതരാം. ഇത് നമ്മൾ ഓഫറിൽ പറഞ്ഞത് 4,75,000 രൂപ. 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനത്തിന്റെ വില 4,75,000. ഇത് ഓഫർ ഡീസൽ വണ്ടിയാണെന്ന് ആലോചിക്കണം. അത് നമുക്ക് പിന്നെ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഇത് 85 വില മാനക്ക് വരുന്നത്. അപ്പൊ അതായത് 18-20 മൈലേജും കിട്ടും. 16 മോഡൽ ഇല്ല, 16 മോഡൽ ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയ ഏറ്റവും ടോപ്പിന്റെ ഡീസൽ വണ്ടി ടെറാനോ. ഇന്ന് നമ്മളൊരു വാഗണർ നോക്കുകയാണെങ്കിൽ ശരിക്കും പുതിയ മോഡൽ വാഗണർ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 5 രൂപ 5.5 രൂപ വരും. ആ സമയത്താണ് ഡീസൽ SUV നമുക്ക് മൈലേജ് കിട്ടുന്ന വാഹനം. മാനക്ക് റേറ്റ് ഒന്നുകൂടി പറഞ്ഞാൽ 4,75,000 ഫൈനൽ റേറ്റ് അല്ല, ഫൈനൽ റേറ്റ് ആണ്. മുൻ വീഡിയോ കണ്ടാൽ ഈ വാഹനത്തിന്റെ 5.25 5.5 നമ്മൾ ആവശ്യപ്പെട്ടത്. ഇത് ഓണത്തിന് സ്പെഷ്യൽ റേറ്റ്. ഇതിൽ നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂലും കൊടുക്കാം. ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് അതും കൊടുക്കാം. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഇത് ഫുൾ എമൗണ്ട് ആണ്. ഫുൾ എമൗണ്ട് നമുക്ക് ലോൺ ചെയ്യാം. വീണ്ടും ഇതാവുന്ന ഒരു കിഡ്ലൻ സിറ്റി ആണ്. അതായത് ഈ ഒരു ജനറേഷൻ സിറ്റി എന്ന് പറഞ്ഞ ആളുകൾ കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് ഈ ഒരു ജനറേഷൻ, ഈ ഒരു ഫേസ് ലിഫ്റ്റ്. എങ്ങനെയായിരുന്നു മാനക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2017 ആണ്. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ സിറ്റിയില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. റിയൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അങ്ങനെയായിരുന്നു ഓൺഷിപ്പ് കാര്യങ്ങൾ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഞെട്ടിക്കുന്ന പ്രൈസ് നമുക്ക് കൊടുക്കാൻ 5,90,000 രൂപ. 5,90,000 കേട്ടോ. നമ്മൾ നേരത്തെ ടെറാന പറഞ്ഞ പോലെ
അതുപോലെ തന്നെ സിറ്റി ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിൽ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഇതിന്റെ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പക്കയാണ് അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഫുൾ ഓൺ ആണ്. ഇതും ഫുൾ ഓൺ. പ്രൈസ് ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ 5,90,000 രൂപ. 5,90,000 ഹോണ്ട സിറ്റിക്കാണ് വില. 5,90,000 അതും ഫുൾ ഓൺ കേട്ടോ. ഇത് നമുക്കൊരു കിള്ളർ 7 സീറ്റർ ആണ്, SUV 500. അതും ബ്ലാക്കിൽ അല്ലേ? എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2018 സോറി 2016. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് വൈഡ് ആയിട്ടുള്ള അലോയി കാര്യങ്ങളും അത്യാവശ്യം നല്ല ബലൂൺ ടയേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ഇത് നമുക്കൊരു ഓണായിട്ട് നമുക്കൊരു നെഗോഷ്യബിൾ അല്ലാത്തൊരു പ്രൈസ് 8,30,000 രൂപ കൊടുക്കാൻ പറ്റും. ഫൈനൽ റേറ്റ് ആണ്. ഇതിൽ നമുക്ക് നെഗോസിയേഷൻ കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റർ ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ നമുക്ക് ഒരു 50,000 കഴിച്ച് ബാക്കി ലോൺ. 50,000 രൂപ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ വണ്ടിയാണ്. ഒരു ഓൾട്ടോ ഇറക്കുന്ന പോലെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് 7 സീറ്റർ കിട്ടോ, ഫുൾ ബ്ലാക്ക്. ഇത് നമുക്ക് സ്കോപ്പിയോ നോക്കുന്നവർക്ക് ഇതാവണോ? സെക്കൻഡ് മാർക്കറ്റിൽ ഇത്രയും ഇത് റയർ ആണ് വണ്ടി. എങ്ങനെയായിരുന്നു മാനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2015 ആണ്. ഒരു 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ടൈപ്പ് വാഹനങ്ങളൊക്കെ നല്ല കിലോമീറ്റർ ഓടിയ വാഹനങ്ങളാണ്. ഇത് നമുക്ക് 8,25,000 രൂപക്ക് ഫൈനൽ പ്രൈസിന് ഓണം ഓഫറിൽ കൊടുക്കാൻ പറ്റും. സ്പെഷ്യൽ റേറ്റ് ആണ്. അത് നമുക്ക് ഡീസൽ മാനുവലി 80,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനിക്ക? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഇത് സിംഗിൾ ഓൺഷിപ്പിലൊന്നും കിട്ടാൻ ഇച്ചിരി പാടാല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത്? ഫൈനൽ റേറ്റ് പറഞ്ഞത് 8,30,000 രൂപ. 8,30,000. ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 8 ലക്ഷം വരെ ഒരു 30 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ ഈ ഒരു ഫേസിൽ നിങ്ങൾ സ്കോർപ്പിയോ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ വിളിച്ചോളൂ. ഇതൊക്കെ അത്രയും റയർ ആണ്. അപ്പോൾ ഈ സ്കോർപ്പിയോ ഒക്കെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിസ്സാക്കേണ്ട നല്ലൊരു ഓഫർ റേറ്റിലാണ് നമുക്ക് മാനുക തരുന്നത്. അപ്പോൾ മാനുക നമ്മൾ അത്യാവശ്യം എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? സാധാരണക്കാരന് വന്നാലും നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ നമുക്ക് ഒരു ടോട്ടൽ ലോസ് ആയാലും ഫ്ലഡിനൊക്കെ നമ്മൾ മാക്സിമം വാറണ്ടി. അതെ, നമ്മളെ ഷോറൂമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂമിലെ ആളുകൾക്ക് വിശ്വാസം വരാൻ കാരണം ഇവിടെ ആക്സിഡന്റോ ക്ലെയിമോ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. കറക്റ്റ് ഒരു വോയിസ് റെക്കോർഡോ കറക്റ്റ് PDF ഹിസ്റ്ററി കാണുന്ന എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവും. നമ്മൾ തന്നു കഴിഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെട്ട നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതെ, നിങ്ങൾ ഇവിടെ വന്ന് ഒരു വാഹനം വാങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ കറക്റ്റ് PDF ഹിസ്റ്ററി നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ഇനി വർക്ക്ഷോപ്പിലോ ഷോറൂമിലോ അത് കൊണ്ടുപോകാൻ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ട്രാൻസ്പെറൻറ്റ് ഡീലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ മിക്ക വാഹനം നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങളാണ്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്, ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. അപ്പോൾ മാനക നമ്മുടെ ലൊക്കേഷൻ കൂടി പറഞ്ഞാണ് നിങ്ങൾ? ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പുറത്താണ്. അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും മലപ്പുറം പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വെള്ളോമ്പുറത്ത് നമ്മുടെ ഷോറൂമിലെത്താൻ പറ്റും. അതേപോലെ തന്നെ മലപ്പുറം ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാലും മഞ്ചേരി ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചാലും നാഷണൽ ഹൈവേ ഫ്രണ്ടിൽ ആണ് നമ്മളെ ഷോറൂമിൽ മാനൂസ് കാർ വേൾഡ്. ഇനി ഇതൊന്നും അല്ല എങ്കിൽ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഗൂഗിൾ മാപ്പിൽ മാനൂസ് കാർ വേൾഡ് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ഈ ഷോറൂമിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ലഘുവായിട്ട് രീതിയിൽ തന്നെ വരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ SUV-കളാകട്ടെ സാധാരണ വാഹനങ്ങളാകട്ടെ ഏത് വാഹനങ്ങളും നിങ്ങൾ നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീഡിയോ കാണാം. സ്മി റിയാസ് മാനുക സൈനിങ് ഓഫ്.